ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആദ്യയെ വിളിക്കാനായി വന്നിരിക്കുന്ന ശ്യാമയെയാണ്. ആദ്യേട്ടാ, നല്ല തണുപ്പുണ്ട്, ഞാൻ പ്രഗ്നൻ്റ് ആണ്, എനിക്കിങ്ങനെ അധിക നേരമൊന്നും നിൽക്കാനേ സാധിക്കില്ല. ഇത്രയൊക്കെ ആയിട്ടും ഞാൻ ആദ്യേട്ടനെ തേടി വന്നത് ആദ്യേട്ടൻ എൻ്റെ ഏട്ടനായതുകൊണ്ടാണ്. എന്നെ ആദ്യേട്ടൻ സ്വന്തം അനിയത്തിയായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കാറിൽ കയറുകയും ചെയ്യും, ഞങ്ങളുടെ ഒപ്പം വീട്ടിലേക്ക് വരികയും ചെയ്യും. ഇത് കേൾക്കുന്ന ആദി ശ്യാമയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാറിലേക്ക് കയറുകയാണ്. അങ്ങനെ അഖിലും ശ്യാമയും കൂടി ആദ്യം കൊണ്ട് ആനന്ദ നിലയത്തിൽ എത്തിയിരിക്കുകയാണ്. കാറിന്റെ ശബ്ദം കേട്ടയുടൻ തന്നെ പുറത്തേക്ക് ഓടി വരികയാണ് അമൃത. തുടർന്ന് അമൃതയൊന്ന് നോക്കുക പോലും ചെയ്യാതെ ആദി അകത്തേക്ക് കയറി പോകുന്നു. വസുന്ധരയും ആദി എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ആദി ആരെയും നോക്കാതെ മുറിയിലേക്ക് പോകുന്നു. ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ. തുടർന്ന് അമൃത പറയുകയാണ്, അമ്മേ, ആദ്യേട്ടന് എന്നോടുള്ള പിണക്കം ഇതുവരെ മാറിയിട്ടില്ലെന്നാ തോന്നുന്നത്. തുടർന്ന് അഖിലും ശ്യാമയും കൂടി പറയുകയാണ്, ആദ്യേട്ടൻ്റെ തെറ്റായ ധാരണ എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കണം. ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ്, തെറ്റായ ധാരണയോ? ഇതെല്ലാം ശരി തന്നെയാ. നീയും അഖിയും കൂടിയേ ആദ്യേട്ടനെ വെറുതെ വിഡ്ഢിവേഷം കെട്ടിച്ചതല്ലേ? ആദ്യേട്ടനെ മനഃപൂർവ്വം അഖിയും ശ്യാമയും ചേർന്ന് ചതിച്ചതാണ്. എന്നിട്ടോ ഇപ്പൊ പറയുന്ന കേട്ടില്ലേ? ഇവർ പറയുന്ന വിഡ്ഢിത്തരമെല്ലാം കേൾക്കാൻ വേണ്ടി ഇവിടെ എല്ലാവരും നിൽക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന വർമ്മ ദേഷ്യത്തോടെ പറയുകയാണ്, ഐശ്വര്യയെ നിർത്തിക്കോ, എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നിൽക്കണ്ട. ഐശ്വര്യ എന്തൊക്കെ പറഞ്ഞാലും അഖിയും ശ്യാമയും ആദ്യേട്ടനെ ദ്രോഹിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യില്ലെന്ന് എനിക്കുറപ്പാണ് എന്ന് അമൃത പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, അമൃതേട്ടത്തി ഇത്രയും പാവമായി പോയല്ലോ. കൂടെ നിന്ന് ചതിക്കുന്നവരെയും പുകഴ്ത്തി പറയുകയാ. കൂടെ നിന്ന് ചതിക്കുന്നവരാരാണെന്നേ ഇവിടെയുള്ളവർക്കെല്ലാം തന്നെ ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. കൂടുതൽ സത്യസന്ധതയൊന്നും ചമയാൻ നിൽക്കണ്ടെന്ന് വസുന്ധര ഐശ്വര്യയെ നോക്കി പറയുന്നു. ഇത് കേൾക്കുന്ന വർമ്മയും പറയുകയാണ്, അതെ, ശ്യാമയുടെ ഔദാര്യത്തിൽ മാത്രമാ ഐശ്വര്യ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതിടയ്ക്ക് ഓർമ്മിച്ചാൽ കൊള്ളാം, ഇങ്ങനെയുള്ള വേലത്തരമൊന്നും ഇനി ഇവിടെ നടക്കില്ല. ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ്, ഇപ്പോഴും ഐശ്വര്യയുടെ ഐഡിയ തന്നെ വർക്കൗട്ടായത്. ഐശ്വര്യയുടെ ചുണ്ടനങ്ങുന്നത് കണ്ടിട്ട് വസുന്ധര ചോദിക്കുകയാണ്, നീ എന്താ പിറുപിറുക്കുന്നത്? ഓ, ഒന്നുമില്ലേ, ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ പോവുകയെന്ന് പറഞ്ഞ് ഐശ്വര്യ മുറിയിലേക്ക് പോകുന്നു. തുടർന്ന് ശ്യാമ പറയുകയാണ്, ഏട്ടത്തി വിഷമിക്കണ്ട, എന്താണെങ്കിലും സത്യം ഞങ്ങൾ നാളെ തന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കും. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അഖിലും ശ്യാമയും വർമ്മയുടെ ഓഫീസിൽ എത്തിയിരിക്കുന്നതാണ്. തുടർന്ന് ശ്യാമ പറയുകയാണ്, ഈ ഓഫീസിൽ എന്തോ ഒരു തിരിമറി നടന്നിട്ടുണ്ട്. അതിവിടെ നിങ്ങൾ ആരോയാണ് ചെയ്തിട്ടുള്ളതും ആരാണെന്ന് വെച്ചാൽ തുറന്നു പറയുന്നത് തന്നെയാ നിങ്ങൾക്ക് നല്ലത്. ഇത് കേൾക്കുന്ന അഖില് ദേഷ്യത്തോടെ പറയുകയാണ്, ഞാനില്ലാത്ത സമയത്ത് എൻ്റെ ലാപ്ടോപ്പ് ആരാ യൂസ് ചെയ്തത്? അഖിൽ സാറിൻ്റെ ലാപ്പിൽ നിന്നും അഖിൽ സാറിൻ്റെ മെയിൽ ഐ ഡിയിൽ നിന്നുമാണ് ആ ഓർഡർ ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. ആരോ അത് മനഃപൂർവ്വം ചെയ്തത് തന്നെയാ. ആരാ അത് എന്തിനാ ചെയ്തത് എന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. ഇത് കേൾക്കുന്ന ജൂലി പരിഭ്രമത്തോടെ നിൽക്കുകയാണ്. നിങ്ങളായിട്ട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് പോലീസിന്റെ സഹായം തേടേണ്ടി വരും. ഇത് കേൾക്കുന്ന ജൂലി ടെൻഷനോടെ നിൽക്കുമ്പോൾ ശ്യാം ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. പോലീസും ജയിലുമൊക്കെ ആയിട്ട് കഴിയണ്ടെങ്കിൽ സത്യം തുറന്നു പറയുന്നതാ നല്ലതെന്ന് പറയുമ്പോൾ ജൂലി വീണ്ടും ടെൻഷനോടെ അഖിലിനെയും ശ്യാമയും നോക്കുകയാണ്. ഇതെല്ലാം തന്നെ ശ്യാമ ശ്രദ്ധിക്കുന്നു. തുടർന്ന് ശ്യാമ പറയുകയാണ്, നിങ്ങളെല്ലാവരും അവരവരുടെ ജോലികൾ ചെയ്തു. അല്ല മേഡം, സത്യം കണ്ടെത്താമെന്ന് പറഞ്ഞിട്ട് എന്ന് മറ്റൊരു സ്റ്റാഫ് ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, ആരാണിത് ചെയ്തതെന്നൊക്കെ ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വർക്ക് ചെയ്തു. അതേസമയം ടെൻഷനോടെ ജൂലി പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ശ്യാമ പറയുകയാണ്, ജൂലി ഒന്ന് നിന്നേ, ജൂലി ഒന്ന് എൻ്റെ ക്യാബിൻ വരെ വരണം. എന്താ മേഡം എന്ന് ജൂലി ചോദിക്കുമ്പോൾ ആദ്യം വാ, എന്നിട്ട് പറയാമെന്ന് ശ്യാമ പറയുന്നു. തുടർന്ന് ജൂലി അവിടുന്ന് പോകുമ്പോൾ അഖിൽ ശ്യാമയോട് പറയുകയാണ്, ശ്യാമയ്ക്ക് ജൂലിയെ സംശയമുണ്ടല്ലേ? അതെ, എനിക്ക് അവരെ സംശയമുണ്ട്. എന്താണെങ്കിലും അവർ വരട്ടെ, സത്യം ഞാൻ ഇന്ന് തന്നെ തെളിയിച്ചിരിക്കും. തുടർന്ന് ജൂലി ക്യാബിനിലേക്ക് വരുമ്പോൾ ശ്യാമ പറയുകയാണ്, ഇനി ചോദ്യമൊന്നുമില്ല. എന്തിനു വേണ്ടി, ആര് പറഞ്ഞിട്ട്, എങ്ങനെയാണ് ആ ഡീല് ക്യാൻസൽ ചെയ്തത്? അതാണ് ഞങ്ങൾക്കറിയേണ്ടത്. വേണമെങ്കിൽ ജൂലിക്ക് ഇവിടെ നിന്ന് ഉരുണ്ട് കളിക്കാം, പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ആദിയുടെ ലാപ്ടോപ്പിൽ നിന്നും മെയിൽ ഐ ഡി എടുത്തതിന് ശേഷം അഖിലിന്റെ ലാപ്പിൽ നിന്നും ആ ഡീല് ക്യാൻസൽ ചെയ്തത് എങ്ങനെയാണെന്നൊക്കെ ജൂലി അവരോട് പറയുകയാണ്. ആര് പറഞ്ഞിട്ടാ നീ ഇത് ചെയ്തത്? ഇനി ഞങ്ങൾക്ക് അതാ അറിയേണ്ടതെന്ന് അഖിൽ പറയുമ്പോൾ ജൂലി പറയുകയാണ്, അത് പിന്നെ സാർ, ആരും പറഞ്ഞിട്ടല്ല, എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ടാ. ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ്, അങ്ങനെ അല്ലല്ലോ ജൂലി, ആരോ ഇത് ജൂലിയെ കൊണ്ട് ചെയ്യിച്ചതാണ്. സത്യം പറഞ്ഞു മേഡം, ഞാൻ സത്യമാ പറയുന്നത്, ഇതെന്നെ ആരും കൊണ്ട് ചെയ്യിച്ചതല്ല. ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ്, സാർ ഒരു കാര്യം ചെയ്, ആദ്യേട്ടനെയും കൂടി വിളിക്ക്. ഇവർ സത്യം പറയുമ്പോൾ ആദ്യേട്ടനും കൂടെ തന്നെ വേണം. അങ്ങനെ അവർ ഫോൺ ചെയ്യുന്ന സമയത്ത് ജൂലി അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്.
പുറത്തേക്ക് പോകുന്ന ജൂലി ഐശ്വര്യയെ വിളിക്കുകയാണ്. മേഡം, ആകെ പ്രശ്നമായി. അഖിൽ സാറും ശ്യാമ മേഡവും എല്ലാം കണ്ടുപിടിച്ചു. എന്റെ പിന്നിൽ ആരാണെന്നും ഞാനിത് എന്തിനാ ചെയ്തതെന്നുമൊക്കെ എന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാ. പേടിച്ചിട്ട് എനിക്ക് കൈയും കാലും വിറക്കുകയാണെന്നൊക്കെ ജൂലി പറയുമ്പോ ഐശ്വര്യ പറയുകയാണ്, എത്രയും പെട്ടെന്ന് നീ അവിടെ നിന്ന് മുങ്ങണം, നിന്നെ ഞാൻ രക്ഷിച്ചോളാം എന്നൊക്കെ ഐശ്വര്യ പറയുമ്പോ തന്റെ കഴുത്തിലുള്ള ടാഗ് അവിടെ ഊരിവെച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ജൂലി. ചെറിയൊരു ശ്രദ്ധക്കുറവ് കൊണ്ടാ എല്ലാം പറ്റിയതെന്ന് അഖിലും ശ്യാമയും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. നടന്ന കാര്യങ്ങളെല്ലാം അമൃതയോട് പറയുകയാണ് ശ്യാമ. ഞാൻ എന്താണെങ്കിലും അവളെ വെറുതെ വിടാനേ പോകുന്നില്ല. അവൾ എവിടെ പോയാലും ഞാൻ അവളെ കണ്ടെത്തിയിരിക്കും. ശ്യാമേ, നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇതിന്റെ പിന്നാലെ തന്നെ ആയിരുന്നില്ലേ നിന്റെ ഓട്ടം? നീ വാ, ഞാൻ ആഹാരം തരാമെന്ന് പറഞ്ഞ് അമൃതയും കൂട്ടിക്കൊണ്ട് പോകുമ്പോ അങ്ങോട്ടേക്ക് ശ്യാമയ്ക്കുള്ള പാലുമായിട്ട് വസുന്ധര വരുന്നു. അങ്ങനെ ശ്യാമയെ കൊണ്ട് പാല് കുടിപ്പിക്കുകയാണ് വസുന്ധര. അതേസമയം ഇതെല്ലാം കാണുന്ന ഐശ്വര്യ ദേഷ്യത്തോടെ നിൽക്കുന്നു. തുടർന്ന് അങ്ങോട്ടേക്ക് സുരഭി വരുമ്പോ രണ്ടുപേരും കൂടി വസുന്ധരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അമ്മേ, എനിക്ക് വിശക്കുന്നുണ്ടെന്ന് ഐശ്വര്യ പറയുമ്പോ പാല് തരട്ടെ എന്ന് വസുന്ധര ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന സുരഭി ചോദിക്കുകയാണ്, പാലില് എന്താ ചേർത്തിട്ടുള്ളത്? ഇത് കാച്ചിയ പാല, വേണമെങ്കിൽ ബദാം പൗഡർ ഉണ്ട്, അത് ചേർക്കാമെന്ന് വസുന്ധര പറയുമ്പോ സുരഭി പറയുക, അയ്യോ, ഞങ്ങൾ വീട്ടിൽ സാധാരണ കുങ്കുമപ്പൂവാ ഇടാറ്, അതൊക്കെ വലിയ കോസ്റ്റ്ലി ആണല്ലോ, അതുകൊണ്ട് ഇവിടെ കാണില്ലല്ലേ. ഇത് കേൾക്കുന്ന വസുന്ധര തിരിച്ചുകൊണ്ട് സുരഭിയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.